നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശബരിമല സ്ത്രീ പ്രവേശന വിവാദം ഇന്നും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. നിരോധനാജ്ഞ പിൻവലിക്കണമെന്നും സന്നിധാനത്തെ നിയന്ത്രണങ്ങൾ നീക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. സമാധാനപൂർണമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ പോലീസ് രാജ് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തു നിന്നും VS ശിവകുമാർ ഇന്നലെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും സർക്കാർ തള്ളിയിരുന്നു. നിരോധനാജ്ഞ പിൻവലിക്കുന്നതുവരെ സഭയിൽ പ്രതിഷേധം ശക്തമാക്കാൻ UDF രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നിരോധനാജ്ഞ തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവും വിരിവയ്ക്കുന്നതിനുള്ള നിയന്ത്രണത്തിലെ ഇളവും ചൂണ്ടിക്കാട്ടിയാകും സർക്കാരിന്റെ പ്രതിരോധം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിലെ വീഴ്ചകളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. പ്രളയാനന്തര പുനർനിർമ്മാണം സംബന്ധിച്ച് ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തും. ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്. 140 അസംബ്ലി നിയോജക മണ്ഡലം ആസ്ഥാനത്തും ഇന്ന് വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്താനാണ് UDF തീരുമാനം. ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കും വരെ സമരം തുടരുമെന്നും UDF കൺവീനർ ബെന്നി ബെഹനാൻ അറിയിച്ചു. PC ജോർജിന്റെ ജനപക്ഷവുമായി യോജിച്ച് മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനമുറപ്പിക്കാനാണ് BJPയുടെ പുതിയ തന്ത്രം. കോട്ടയം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിലടക്കം ഇതുവഴി വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് NDAക്ക്. മുന്നണി ബന്ധത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് സഖ്യത്തിനും തയ്യാറാണെന്ന സന്ദേശം നൽകാനും BJP ലക്ഷ്യമിടുന്നു. PC ജോർജുമായുള്ള യോജിപ്പ് വഴി പല സാധ്യതകൾ BJP മുന്നിൽ കാണുന്നു. കോട്ടയം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിലുള്ള PC ജോർജിന്റെ സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കുക, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള MLA ഒപ്പം നിർത്തുക വഴി മുന്നണി സഖ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് ബന്ധത്തിനും തങ്ങൾ തയ്യാറാണെന്ന സന്ദേശം നൽകുക, ഇടത് വലത് മുന്നണികളിലുള്ള ചെറിയ വിഭാഗങ്ങൾക്കും നേതാക്കൾക്കും BJP സഹകരണത്തിന് വഴി തുറന്നിടുക. ചുരുങ്ങിയ പക്ഷം കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഇതുവഴി കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. ശബരിമല സമരത്തോടെ പരമ്പരാഗത ഹൈന്ദവ വോട്ട് മേഖലയിൽ BJP കൂടുതൽ ശക്തിപ്പെട്ടേക്കാം. പക്ഷേ മുസ്ലിം, ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലകളിൽ BJPക്ക് ഒരു പ്രതീക്ഷയുമില്ല. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാകുന്ന മധ്യ തിരുവിതാംകൂറിൽ PC ജോർജിനെ മുൻനിർത്തി പുതിയ തന്ത്രം പയറ്റുകയാണ് ലക്ഷ്യം. ക്രിസ്ത്യൻ സമൂഹവുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം അടുത്ത ആഴ്ചയോട് ഉരുത്തിരിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയ പുതിയ മേഖലകൾ, ഹിന്ദു സാമുദായിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സാഹചര്യം BJPക്ക് പാർലമെന്റ് സീറ്റുകൾ നേടിയെടുക്കാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുകയാണ്. കേന്ദ്രഭരണത്തിന്റെ സ്വാധീനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടമാകാൻ സാധ്യതയുള്ള ഇടത് വലത് മുന്നണി വിരുദ്ധ വികാരവും മധ്യ തിരുവിതാംകൂറിൽ പുതിയ നീക്കത്തിന് BJPയെ പ്രേരിപ്പിക്കുകയാണ്. അതേസമയം കാര്യമായ പങ്ക് വഹിക്കാനില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു പരീക്ഷണത്തിനും PC ജോർജ് തയ്യാറാണ് താനും. ഇതുവരെ ഇരു മുന്നണികളോടും ഒരു അകൽച്ച നിലനിർത്തിയ PC ജോർജ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു വിലപേശലിനുള്ള വഴി തുറക്കാൻ ഇതുവഴി കഴിയുമെന്നും കരുതുന്നു. കന്യാസ്ത്രീക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി ഭീഷണി നേരിടുന്ന ജോർജ് BJPയോട് അടുക്കുന്നതിൽ മറ്റൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല തുടർ സമരം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പുതിയ സംസ്ഥാന ഭാരവാഹികളെക്കുറിച്ചും യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ദേശീയ സെക്രട്ടറി H. രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം. പ്രളയ ദുരിതാശ്വാസത്തിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ തുറന്നുകാട്ടാനുള്ള പ്രതിഷേധം യോഗത്തിൽ ചർച്ച ചെയ്യും. സഭയിൽ പോരാട്ടം കടുപ്പിക്കാനാണ് UDF നീക്കം. നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് പ്രതിഷേധ സമരം നടക്കുന്നു. BJP ആകട്ടെ ശബരിമല വിഷയത്തിലൂടെ PC ജോർജിനെ തന്നെ ഒപ്പം ചേർത്തിരിക്കുകയാണ്. തുടർ സമരങ്ങൾ എങ്ങനെ വേണമെന്നും BJP ഇന്ന് ആലോചിക്കും. ശബരിമല സമരങ്ങൾ ഇനി എങ്ങോട്ട് എന്നത് ഇന്ന് വ്യക്തമാകും. സ്ത്രീ പ്രവേശന വിവാദങ്ങളെ തുടർന്ന് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പോലീസ് പൂർണ്ണമായും നീക്കി. കൂട്ടം കൂടി നാമം ജപിക്കാനും നടപ്പന്തലിൽ വിരിവയ്ക്കാനുള്ള നിയന്ത്രണവും എടുത്തുകളഞ്ഞു. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രം ഇടപെടാനും പോലീസിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ വാവരുനടയിലടക്കം നിലനിൽക്കുന്ന നിരോധനാജ്ഞ തുടരുമെന്നും നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിനുള്ള വിലക്ക് തുടരുമെന്ന നിലപാടിലാണ് പോലീസ്. സന്നിധാനത്ത് നിന്ന് MR രാകേഷ് ചേരുകയാണ്. രാകേഷ്, സന്നിധാനത്തുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകളഞ്ഞിരിക്കുകയാണ്. ഇത് ഭക്തർക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്? ഒപ്പം ഇന്ന് നട തുറന്നതിന് ശേഷമുള്ള ഭക്തജന തിരക്ക് എത്രത്തോളമുണ്ട്?
ദിവ്യ, സന്നിധാനത്തെ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം വാവരുനടയിൽ ഇപ്പോഴും നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. അതിന്റെ ഭാഗമായി ബാരിക്കേഡ് കൊണ്ട് കെട്ടിമറച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് മാറ്റണമെന്ന ഒരു ആവശ്യം നേരത്തെ ഉയർന്നിരുന്നെങ്കിലും പോലീസ് അതിന് തയ്യാറായിട്ടില്ല. കാരണം ഇന്ന് പുതിയ ഉദ്യോഗസ്ഥർ, അതായത് സന്നിധാനത്തെ അടുത്ത ടേണിലേക്കുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് ഉച്ചയ്ക്ക് ചുമതലയേൽക്കും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനം എടുത്താൽ മതി, അല്ലെങ്കിൽ പുതിയ ഉദ്യോഗസ്ഥരുടെ തീരുമാനം അനുസരിച്ച് എടുത്താൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്ന പോലീസ്. അതിനു പകരമായി സന്നിധാനത്തിന്റെ ചുമതല കറുപ്പസ്വാമി IPSനും അതേപോലെ തന്നെ IG ആയുള്ള ദിനേന്ദ്ര കാശ്യപിനുമായിരിക്കും സന്നിധാനത്തെ ചുമതല. അവരുടെ കീഴിലുള്ള പോലീസ് സേന ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ചുമതല ഏറ്റെടുക്കും. ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മടങ്ങുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. ഇതിനു മുന്നോടിയായിട്ട് പുതിയ ഉദ്യോഗസ്ഥർ ചുമതലയെടുക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ ഒരു അവലോകന യോഗം IG ദിനേന്ദ്ര കാശ്യപിന്റെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവ്, PB നൂഹ് ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാവും. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പ്രധാനമായി പറയുന്ന വലിയ നടപ്പത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ പ്രായം ചെന്നവർക്കും വിരിവയ്ക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം മണ്ഡലകാലം ആരംഭിച്ച് ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഈ 13 ദിവസത്തിനുള്ളിൽ വലിയ നടപ്പന്തലിൽ വിരിവയ്ക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. ആകെ നിയന്ത്രണങ്ങളിൽ ഒരു ഇളവ് നൽകിയത് മാളികപ്പുറത്തിന് തൊട്ട് താഴെ ഇതര സംസ്ഥാന തീർത്ഥാടകർ അടക്കമുള്ളവർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ നടപ്പന്തലിൽ വിരിവയ്ക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മരാമത്ത് കോംപ്ലക്സ്, വാവരുനടയ്ക്ക് സമീപമുള്ള മരാമത്ത് കോംപ്ലക്സിന് സമീപവും വിരിവയ്ക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ മാത്രം ഇടപെട്ടാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് യോഗം ചേർന്നിരുന്നു. കാരണം കഴിഞ്ഞ 13 ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഭീമമായ ഒരു വരുമാന നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അപ്പം, അരവണ എന്നിവയുടെ വിൽപ്പനയിലും വലിയൊരു നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന് സാമ്പത്തികമായി വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോടും ഈ നിയന്ത്രണങ്ങൾ, പോലീസ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം സന്നിധാനത്തെത്തുന്ന കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്താതിരിക്കാനുള്ള പ്രധാന കാരണം നിരോധനാജ്ഞയും അതിനെ ചൊല്ലിയുള്ള ആശങ്കകളുമാണെന്നുള്ള ഒരു വിലയിരുത്തലും നടത്തുകയുണ്ടായിട്ടുണ്ട്. ദിവ്യ, സന്നിധാനത്ത് നിന്ന് MR രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബരിമല വരുമാനത്തിൽ 25 കോടിയുടെ കുറവ്. മണ്ഡലകാലം തുടങ്ങി 11 ദിവസത്തെ വരുമാന കണക്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 60% കുറവുണ്ടായി. കഴിഞ്ഞ മണ്ഡലകാലത്ത് 11 ദിവസം കൊണ്ട് 41.7 കോടി രൂപ ലഭിച്ചപ്പോൾ ഇക്കുറി 16.24 കോടി രൂപ മാത്രമാണ് കിട്ടിയത്. കാണിക്ക വരുമാനം പകുതിയായി കുറഞ്ഞു. 14.3 കോടി ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ 7.45 കോടി മാത്രമാണ് കിട്ടിയത്. അപ്പം, അരവണ വിൽപ്പനയിലാണ് വലിയ കുറവുണ്ടായത്. അപ്പം വിൽപ്പന 5-1 അരവണ വിൽപ്പന 3-1 കുറഞ്ഞു. അരവണ വരുമാനത്തിൽ 12 കോടിയുടെ കുറവുണ്ടായി. 3.07 കോടി രൂപയുടെ അപ്പം വിറ്റ സ്ഥാനത്ത് ഇക്കുറി 61 ലക്ഷത്തിന്റെ വിൽപ്പന മാത്രമാണ് നടന്നത്. സർക്കാരും പ്രതിഷേധക്കാരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. ശബരിമല സമരവേദിയായി. സംഘർഷങ്ങൾ തുടർക്കഥയായി. നിയന്ത്രണങ്ങൾ അനിവാര്യമെന്ന് സർക്കാരും അനാവശ്യമെന്ന് പ്രതിപക്ഷവും വാദിച്ചു. വിവാദങ്ങളെല്ലാം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ കുറവിനാണ് വഴിവെച്ചത്. ശബരിമലയിൽ കാണിക്കയിടരുതെന്ന പ്രചാരണം സംഘപരിവാറും ശക്തമാക്കി. അതിനെ നേരിടുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. വരുമാനത്തിലും വൻ ഇടിവാണ് ഇപ്പോൾ കാണാനാകുന്നത്. ശബരിമലയിലെ വരുമാന നഷ്ടത്തിന് കാരണക്കാർ ആര് എന്ന ചോദ്യമാണ് അതിനാൽ തന്നെ പ്രസക്തമാകുന്നത്. ഈ വിഷയമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471 66 15 881. യുവമോർച്ച യോഗത്തിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിലെ ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PS ശ്രീധരൻപിള്ള സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രസംഗം സമൂഹത്തിന്റെ ശാന്തത തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത്. തനിക്കെതിരെയുള്ള പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ദുരുദ്ദേശപരമായി സംസാരിച്ചിട്ടില്ലെന്നുമാണ് ശ്രീധരൻപിള്ളയുടെ ഹർജി. കേസ് റദ്ദാക്കാനാകില്ലെന്നും പ്രസംഗത്തെ തുടർന്ന് ശബരിമല സന്നിധാനത്തടക്കം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒഴിവുള്ള അംഗത്തെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിന്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തിന്റെ ഒഴിവിലേക്കാണ് വോട്ടെടുപ്പ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി N. വിജയകുമാറിന്റെ വിജയം ഉറപ്പാണ്.
ഹിന്ദു മതസ്ഥരായ നിയമസഭാ സാമാജികർക്കാണ് വോട്ടവകാശമുള്ളത്. നിലവിൽ ഈ വിഭാഗത്തിലുള്ള 76 സാമാജികരിൽ 63 പേരും ഇടതുമുന്നണിയിൽ നിന്നുള്ളവരാണ്. ബിജെപിയിലെ ഒ രാജഗോപാൽ അടക്കം പ്രതിപക്ഷ നിരയിൽ 13 ഹിന്ദു സാമാജികർ മാത്രമാണുള്ളത്. സിപിഎം നിയന്ത്രിത സംഘടനയായ PKSന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാണ് പാച്ചലൂർ സ്വദേശിയായ വിജയകുമാർ. ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരുന്ന ചിത്രം യന്ത്രൻ 2.0 തിയേറ്ററുകളിലെത്തി. കൊട്ടും കുരവയും ഭീമൻ കട്ടൌട്ടുകളുമായി 4 മണിക്ക് ഫാൻ ഷോ ആരംഭിച്ചു. രജനീകാന്ത് ആരാധകരുടെ തിക്കും തിരക്കുമാണ് തിയേറ്ററുകളിൽ. കേരളത്തിലെ 450ഓളം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമച്ചൻ മുളകുപാടമാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരം മേരീസ് തിയേറ്ററിൽ നിന്ന് ഗോപിക, പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി എന്നിവർ ചേരുകയാണ്. ആദ്യം ഗോപികയിലേക്ക്. ഗോപിക, എത്രത്തോളം ആവേശമാണ് ആരാധകർക്ക്? ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞു, അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? ഇന്ത്യൻ സിനിമാ പ്രേമികൾ, രജനി ആരാധകർ ഒക്കെ കാത്തിരുന്ന യന്ത്രൻ 2.0യുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഏരീസ് തിയേറ്ററിലാണ്. ഇവിടെ 4 മണിക്കാണ് സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. ആദ്യ പ്രദർശനം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയുടെ രണ്ടാമത്തെ പ്രദർശനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 7:15 സിനിമയുടെ രണ്ടാമത്തെ പ്രദർശനം. ആദ്യ പ്രദർശനം കഴിഞ്ഞ് ഇറങ്ങിയ പ്രേക്ഷകർ അല്പം നിരാശയാണ് നമ്മോട് പങ്കുവച്ചത്. വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് പ്രേക്ഷകർ എത്തിയത്. എന്നാൽ ചിത്രം വലിയ തോതിൽ പ്രേക്ഷകരെ രസിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. 3D ഇഫക്ട്സിന്റെ ഒക്കെ അതിപ്രസരം എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം ഏരീസ് തിയേറ്ററിലാണ്. ഇവിടെ 28 ഷോകളാണ് ഒരു ദിവസം ഉള്ളത്. അതായത് രാവിലെ 4 മണിക്ക് ഷോ തുടങ്ങുന്നു, രാത്രി 2:30 വരെ ഷോ ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഹൗസ്ഫുൾ ഷോ ആണ്. പക്ഷേ ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രേക്ഷകർ ഇല്ല. ഫ്രണ്ടിലെ സീറ്റുകൾ ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. സാധാരണ രജനി ചിത്രത്തിന് കിട്ടുന്ന വലിയൊരു സ്വീകാര്യത തിരുവനന്തപുരത്ത് ഇല്ല. തിരുവനന്തപുരത്ത് 28 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. രാവിലെ 4 മണിക്ക് സിനിമയുടെ പ്രദർശനം ആരംഭിച്ചു. ആദ്യ പ്രദർശനം കഴിഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ പ്രദർശനത്തിനുള്ള തിരക്കിലാണ്. ദിവ്യ. ശരി, ഗോപിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, അവിടെ എങ്ങനെയാണ് ചിത്രം ഇരുകൈയും നീട്ടി ആരാധകർ സ്വീകരിച്ചു കഴിഞ്ഞു? രജനിയുടെ ഏറെ പ്രതീക്ഷയോട് കൂടിയുന്ന ഒരു ചിത്രമാണിത്. വലിയ ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ സിനിമയെ എതിരേറ്റുള്ളത്. പാലക്കാട് കൃത്യം 4 മണിക്ക് തന്നെ ആദ്യ ഷോ കഴിഞ്ഞു. ആദ്യ ഷോ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? പ്രതീക്ഷിക്കത്ത് ഉയർന്നോ? ഓ സൂപ്പർ, സൂപ്പറായിട്ടുണ്ട്. പ്രതീക്ഷിക്കാൻ അടിപൊളിയാണ് പടം. പടം സൂപ്പറായിരുന്നു, നല്ലായിരുന്നു. പടം നന്നായിട്ടുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ രജനി ചിത്രങ്ങളിൽ കാണുന്ന ആക്ഷൻ സീക്വൻസോ പഞ്ച് ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷെ പുതിയ ജനറേഷന് പറ്റിയ ഒരു റോബോട്ടിക് മൂവി. അടിപൊളി, രണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട് മൂപ്പർ. സൂപ്പറായിട്ട്. ഓ മുളകുപാടം രക്ഷപ്പെട്ടു വീണ്ടും. ഇവിടെ അതിന്റെ ആഘോഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം പാലക്കാട് നഗരത്തിൽ മാത്രം 5 തിയേറ്ററുകളിൽ സിനിമ പ്രദർശനം നടത്തുന്നുണ്ട്. കേരളത്തിൽ 300-ലേറെ കേന്ദ്രങ്ങളിലാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഈ 7 മണിക്കും രാവിലെ 4 മണിക്കും 7 മണിക്കുമാണ് ആരാധകർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ ആവേശം ഈ സിനിമയോട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. രജനി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ ചേരുവകളും ചേർന്നുള്ള ഒരു സിനിമ തന്നെയാണ് ഇത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്ക് ഉള്ള ഒരു സിനിമ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. 500-ലേറെ കോടി രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നു. അത് തന്നെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കഴിയുന്നത്. ഇപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞിട്ടുള്ള ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കഴിയുന്നത്. 4 മണിയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് ആരാധകർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഷോ കൂടി ആരാധകർക്ക് വേണ്ടി ഇവിടെ പാലക്കാട് തിയേറ്ററുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ ആവേശം തന്നെ ആളുകൾ ഈ സിനിമയോട് കാണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്കിതാ ഒരു കുടുംബം രാവിലെ തന്നെ സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്, പ്രതീക്ഷിച്ച പോലെയുള്ള കൂടുതലുണ്ടായിരുന്നു. ഡയറക്ഷന്റെ കഴിവ് തെളിയിച്ചു. ഒരു വലിയ വിജയം തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. ആരാധകർ ഇത്രത്തോളം കാത്തിരുന്ന മറ്റൊരു രജനീകാന്ത് ചിത്രമില്ല. ആ കാത്തിരിപ്പിനൊടുവിലാണ് 2.0 എത്തിയത്. രാവിലെ തന്നെ വൻ തിരക്കാണ് തിയേറ്ററുകളിൽ.
പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ രജനിക്ക് കഴിയുമോ? തിയേറ്ററുകൾ കീഴടക്കുമോ ചിട്ടി? ഈ ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബിജെപി നേതാവ് കെ സുരേന്ദ്രനെതിരെ വീണ്ടും പോലീസ്. സുരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പോലീസ്. സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ കൂടുതൽ എതിർപ്പറിയിച്ച് പോലീസ് കോടതിയെ സമീപിക്കും. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം, വിശദാംശങ്ങൾ. ഇന്നലെ കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ വാദം പൂർത്തിയായതിനു ശേഷം വിധി പറയാൻ മാറ്റിയിരുന്നു. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റുകയും ചെയ്തത്. ഇതിൽ ഇന്നലെ കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം കെ സുരേന്ദ്രന്റെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ്. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ്, ആർട്ടിക്കിൾ 22ന്റെ ലംഘനമാണ് എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം. അതിന് കാരണം കെ സുരേന്ദ്രനെ ആദ്യ കേസിൽ ജാമ്യം ലഭിച്ച ശേഷം പ്രൊഡക്ഷൻ വാറന്റ് നിലവിലായിരുന്നു. ആ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അന്യായമായി ജയിലിൽ പാർപ്പിച്ചു. ഇതിനുശേഷമാണ് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നുമായിരുന്നു വാദം. 21-ന് ജാമ്യം ലഭിച്ചെങ്കിലും ആ സമയത്ത് പ്രൊഡക്ഷൻ വാറന്റ് നിലവിലില്ലായിരുന്നു എന്നാണ്. ആ വാറന്റായി വന്നു, എന്നാൽ അത് മടങ്ങുകയും ചെയ്തു എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ അഭിഭാഷകന്റെ വാദം. എന്നാൽ ഈ വാദം തെറ്റാണ് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല 21-നാണ് കെ സുരേന്ദ്രന് ആദ്യ കേസിൽ ജാമ്യം ലഭിക്കുന്നത്. എന്നാൽ 20-ന് രാവിലെ 7:40 തന്നെ കൊട്ടാരക്കര സബ് ജയിലിൽ കണ്ണൂരിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വാറന്റ് എത്തിച്ചിരുന്നു. കണ്ണൂരിലെ പോലീസ് ഓഫീസറാണ് ഇത് രാവിലെ കൊട്ടാരക്കര സബ് ജയിലിൽ എത്തിക്കുകയും ചെയ്തത്. ഇതനുസരിച്ചാണ് പിറ്റേന്ന് 21-ന് ആദ്യ കേസിൽ കെ സുരേന്ദ്രന് ജാമ്യം ലഭിക്കുമ്പോൾ കെ സുരേന്ദ്രനെ മാത്രമായി പുറത്തുവിടാതിരുന്നത്. കെ സുരേന്ദ്രനൊപ്പം അറസ്റ്റ് ചെയ്ത മറ്റ് രണ്ടുപേരെ പുറത്തു വിടുകയും ചെയ്തിരുന്നു. അതായത് അവർക്ക് ജാമ്യം ലഭിക്കുകയും അവരെ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കെ സുരേന്ദ്രനെ ഈ പ്രൊഡക്ഷൻ വാറന്റ് നിലവിലുള്ള സാഹചര്യത്തിലാണ് പുറത്തുവിടാതിരുന്നത് എന്നുമാണ് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര ജയിൽ സൂപ്രണ്ട് പോലീസിനെ ഇക്കാര്യം അറിയിച്ച് കത്ത് നൽകുകയും ചെയ്തു. ആ കത്തിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നതും. ഇക്കാര്യം ഇന്ന്, അതായത് കെ സുരേന്ദ്രന്റെ അറസ്റ്റ് നിയമവിധേയമാണ് എന്ന കാര്യം പോലീസ് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനായി ഇന്ന് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അവർ പ്രത്യേകമായി അനുമതി അപേക്ഷ നൽകും. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ ഓഫീസ് രേഖകൾ പുറത്തുവിടുന്നില്ലെന്ന് വിവരാവകാശ പ്രവർത്തകന്റെ പരാതി. നിയമന രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലാണെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ ഓഫീസ് വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. നിയമനം സംബന്ധിച്ച ഏതു രേഖകളും ആർക്കും പരിശോധിക്കാമെന്ന് മന്ത്രി വെല്ലുവിളി മുഴക്കിയെങ്കിലും രേഖകൾ പുറത്തുവിടാൻ തയ്യാറല്ല. രേഖകൾ ആവശ്യപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയെങ്കിലും രേഖകൾ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. മന്ത്രിയുടെ ബന്ധുവിന് വിവാദ നിയമനം നൽകിയത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലാണ്. രേഖകൾ ഇവിടെയാണുള്ളതെന്ന മറുപടി സാങ്കേതികമായി ശരിയാണെങ്കിലും ഓൺലൈൻ ട്രാക്കിംഗിൽ ഫയൽ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണുള്ളതെന്ന് വ്യക്തമാണ്. നിയമസഭാ സമ്മേളന കാലയളവിൽ രേഖകൾ പുറത്തു വരരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഈ രീതിയിൽ മറുപടി നൽകുന്നതെന്നും വിവരാവകാശ നിയമപ്രകാരം ഇത് ശിക്ഷാർഹമാണെന്ന് അഡ്വക്കേറ്റ് DB ബിനു പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെന്നും ആർക്കും രേഖകൾ പരിശോധിക്കാമെന്ന് പറയുകയും മറുഭാഗത്ത് ഈ വിവരങ്ങൾ തരാതിരിക്കുകയും ചെയ്യുന്നു. ഇത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18 അനുസരിച്ച് വിവരാവകാശ കമ്മീഷന് നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മന്ത്രിയുടെ ബന്ധു KT അദീബിന് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായാണ് നിയമനം നൽകിയത്. വിവാദമായതിനെ തുടർന്ന് അദീബ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതു സംബന്ധിച്ച ഒരു രേഖകളും പുറത്തുവിടാൻ തയ്യാറാകാത്ത നടപടിയും പുതിയ വിവാദത്തിന് വഴി തുറക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ 39 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. ശബരിമല വിവാദത്തിന്റെ പ്രതിഫലനം എങ്ങനെയാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇരുമുന്നണികളും BJPയും. 11 ജില്ലകളിലായി 27 പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 5 വാർഡുകളിലേക്കും പത്തനംതിട്ടയിൽ 2ഉം എറണാകുളം, തൃശൂർ, മലപ്പുറം നഗരസഭകളിൽ ഓരോ വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡിലേക്കും ഇന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രാദേശിക വിഷയങ്ങളെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല യുവതീ പ്രവേശന വിധിയും തുടർന്നുള്ള പ്രതിഷേധങ്ങളുമായിരുന്നു. അരയും തലയും മുറുക്കിയുള്ള പ്രചാരണത്തിന്റെ ഫലം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും BJPക്കും അഗ്നിപരീക്ഷയാണ്. വൈകിട്ട് 5 മണിക്കാണ് വോട്ടെടുപ്പ് സമാപിക്കുക. നാളെയാണ് വോട്ടെണ്ണൽ. ന്യൂസ് 18 തിരുവനന്തപുരം.
രാജ്യത്തെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷ കർഷക സംഘടനകൾ ഇന്ന് ഡൽഹിയിൽ റാലി നടത്തും. 210 കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് പ്രതിഷേധം നടത്തുന്നത്. കാർഷിക കടമുക്തി നിയമം, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പാക്കൽ നിയമം എന്നിവ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് റാലി. ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് 4 കാൽനട ജാഥകളായി കർഷകർ രാംലീല മൈതാനത്തെത്തും. നാളെ രാവിലെ പാർലമെന്റ് മാർച്ചും നടത്തും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവരും റാലിയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി പ്രത്യേക ചർച്ച നടത്തും. കാർഷിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് നിയമം നിർമ്മിക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. കേന്ദ്ര സർക്കാരിനെതിരെ തുടരുന്ന കർഷക സമരങ്ങളിൽ ഏറ്റവും വിപുലമായതാണ് ഇന്നത്തേത്. 210 കർഷക സംഘടനകളാണ് സമരത്തിൽ അണിനിരക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷനും സിപിഎം ജനറൽ സെക്രട്ടറിയും സമരത്തിൽ അണിനിരക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേന്ദ്ര വിരുദ്ധ സമരത്തിലെ പ്രധാന അധ്യായമായി ഇത് മാറും. കേന്ദ്രത്തിന് താക്കീതാകുമോ കർഷക മാർച്ച് എന്നത് തന്നെയാണ് ഇന്നറിയാനുള്ളത്. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഹൈസിസ് ഇന്ന് വിക്ഷേപിക്കും. PSLV C-43 ആണ് ഹൈസിസിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 9:58 വിക്ഷേപണം. ഭൂമിയുടെ ഉപരിതലത്തെ ഏറ്റവും അടുത്തുനിന്ന് പഠന വിധേയമാക്കുകയാണ് ഹൈസിസ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. ഹൈസിസിനൊപ്പം 30 വിദേശ ഉപഗ്രഹങ്ങളും ഇന്ന് PSLV C-43യുടെ ഭാഗമായി വിക്ഷേപിക്കും. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് വീണ്ടും. സർക്കാരും പ്രതിഷേധക്കാരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നതോടെ ശബരിമല സമരവേദിയാകുന്ന കാഴ്ചയാണ് കാണാനായത്. സംഘർഷങ്ങൾ തുടർക്കഥയായി. നിയന്ത്രണങ്ങൾ അനിവാര്യമെന്ന് സർക്കാരും അനാവശ്യമെന്ന് പ്രതിപക്ഷവും വാദിച്ചു. വിവാദങ്ങളെല്ലാം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ കുറവിനാണ് വഴിവെച്ചത്. വരുമാനത്തിലും വൻ ഇടിവാണ് ഇപ്പോൾ കാണാനാകുന്നത്. ശബരിമലയിലെ വരുമാന നഷ്ടത്തിന് കാരണക്കാർ ആര് എന്ന ചോദ്യമാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471661588. പ്രേമൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. പ്രേമൻ, എന്താണ് പറയാനുള്ളത്? ഈ വലിയ വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ആർക്കെന്നാണ് തോന്നുന്നത്? ഹലോ, പറഞ്ഞോളൂ പ്രേമൻ. ശബരിമലയിലെ വരുമാനത്തിന്റെ കുറവിന് കാരണം മുഖ്യമായിട്ടും അവരെ സമരം അനാവശ്യ സമരം അരങ്ങേറിയതിന്റെ ഫലമായിട്ടാണ് അവിടെ വരുമാനത്തിന്റെ കുറവുണ്ടായിട്ടുള്ളത്. ഹിന്ദു മുന്നണിയും BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഭക്തരെ അകറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് അവിടെ വരുമാനത്തിന്റെ കുറവുണ്ടായിട്ടുള്ളത്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അനാവശ്യ സമരങ്ങൾ അരങ്ങേറി ഭണ്ഡാരത്തിൽ പോലും പൈസ ഇടറും എന്നുള്ള ഒരു സന്ദേശം നൽകിയതിന്റെ ഫലമായി ഭക്തരെ അകറ്റി നിർത്തുന്നതിന്റെ ഫലമായി അതുകൊണ്ട് തന്നെയാണ് വരുമാനത്തിന്റെ കുറവുണ്ടായിട്ടുള്ളത്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് പരിഹരിക്കപ്പെടും എന്നാണ്. ഭക്തരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും. അതിൽ കൂടി ഇത് പരിഹരിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി പ്രേമൻ, നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ലത ഷാജി എന്ന പ്രേക്ഷക. ലത, അവിടെ പ്രതിഷേധങ്ങൾ നടത്തിയ BJP, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന വരുമാന നഷ്ടത്തിന്റെ പ്രധാന കാരണക്കാർ എന്നാണ് പറയുന്നത്. ലത ഷാജിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ശബരിമലയിൽ ഇത്രയും നഷ്ടം സംഭവിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പിടിവാശി കൊണ്ടാണ്. കാരണം ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി വിധിച്ചപ്പോൾ അത് സർക്കാർ അത് സംയമനത്തോടെ അത് തീരുമാനം എടുക്കണമായിരുന്നു. ഒരു റിവ്യൂ ഹർജി കൊടുത്ത് അതിനെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് അത് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടല്ലേ അവിടെ സമരം നടന്ന്. ഓടിച്ചെന്ന സമരം നമ്മൾ ചെയ്യുമല്ലായിരുന്നല്ലോ. നമ്മള് സ്ത്രീകളെ അവര് പോലീസ് സംരക്ഷണത്തോടെ ശബരിമല കയറ്റാൻ കൊണ്ടുചെന്നപ്പോഴാണ് അത് അവിടെ സമരം നടന്നത്. ഞങ്ങളൊരു ഹിന്ദു സമൂഹത്തെ മൊത്തം അവഹേളിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഈ പരിപാടി ചെയ്തത്. അപ്പൊ അതിനെ എത്ര ജീവൻ കൊടുത്തും എതിർക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്കാണുള്ളത്. ശരി, നന്ദി ലതാ ഷാജി പ്രതികരിച്ചതിന്. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സെബാസ്റ്റ്യൻ എന്ന പ്രേക്ഷകൻ ചേർന്നു. സെബാസ്റ്റ്യൻ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സർക്കാരാണ് ഉത്തരവാദിയെന്ന് ഒരു പക്ഷം പറയുന്നു. എന്നാൽ അതേസമയം അവിടെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങൾക്കും കാരണമാക്കിയ BJPയും കോൺഗ്രസും അടക്കമുള്ള സംഘടനകളാണെന്ന് മറുപക്ഷം പറയുന്നു. സെബാസ്റ്റ്യൻ ഇതിൽ ഏത് അഭിപ്രായത്തിന് കൂടെ നിൽക്കുന്നു? സുപ്രീം കോടതി നിയമനടപടി സ്വീകരിച്ച സർക്കാരിന്റെ ബാധ്യതയാണ്. പറഞ്ഞോളൂ, സർക്കാർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി എന്നാണോ? അതെ, സർക്കാർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി.
ശരി, നന്ദി സെബാസ്റ്റ്യൻ. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അനിലിന്റെ അഭിപ്രായം എന്താണ്? സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വരുമാന നഷ്ടത്തിന്റെ കാരണക്കാർ എന്ന അഭിപ്രായമാണോ അനിലിനുള്ളത്? സർക്കാർ മാത്രമല്ല മാഡം, മൊത്തത്തില് ജനങ്ങളുടെ തമ്മിലുള്ള ഒരു ഇതുണ്ട് അതില്. കാരണം മറ്റേ കേസ് കൊടുത്തവരുടെ ഇതിലാണല്ലോ. അതെ, കേസ് കൊടുത്തുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും ജനങ്ങൾക്ക് പേടിയാണ്. ഇപ്പോ കേരളത്തിൽ നിന്ന് ശബരിമല പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ അവിടെ ഈ പ്രശ്നങ്ങൾ കാരണമാണ് വരുമാനം കുറയാനുള്ള മെയിൻ കാരണം. ശരി, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോപകുമാർ എന്ന പ്രേക്ഷകൻ. ഗോപകുമാർ, ഏതാണ്ട് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 25 കോടിയോളം രൂപയുടെ നഷ്ടമാണ്, വരുമാന നഷ്ടമാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇതിന് പിന്നിൽ ഇതിന്റെ ഉത്തരവാദി ആരെന്നാണ് ഗോപകുമാറിന് പറയാനുള്ളത്? അവിടെ ഭക്തർക്ക് തൊഴാനുള്ള സൗകര്യം, അവർ ഭക്തർക്ക് കാണിക്കാൻ ബാഗിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത സാഹചര്യം പലതുണ്ടായി. അവിടെ പോലീസ് അവരെ ക്യൂ നിൽക്കാൻ അനുവദിക്കാതെ ഓടിച്ചോടിച്ച് വിട്ടതാണ് പ്രശ്നം ഉണ്ടായത്. നെയ്ത്തേങ്ങ എടുക്കാനോ അതിന് പല ബുദ്ധിമുട്ടുകളുണ്ടായത് കണ്ടുപിടുന്ന ഭക്തരെല്ലാം പറയുന്നത്. ബാംഗ്ലൂരിൽ പോയ ആൾക്കാരല്ല. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഒരു 500ഓളം ആൾക്കാർ പോകാനായിട്ട് റെഡി ആയിരുന്നതാണ് 12 വിളക്കിന് മുന്നേ. അവരെല്ലാം ക്യാൻസൽ ആക്കി 10 ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന പറയുന്നത്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് അവർ. ശരി, ഗോപകുമാറാണ് ബാംഗ്ലൂരിൽ നിന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സുജാത എന്ന പ്രേക്ഷക. സുജാതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇത് തുടങ്ങി വെച്ചത് സർക്കാരാണ്. അതിന്റെ സർക്കാർ തുടങ്ങി വെച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് ഇതുണ്ടായത്. ഹലോ, സർക്കാരിനാണ് ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ മൊത്തം ഉണ്ടായത്. അപ്പം ഹലോ, ശരി സുജാത, നന്ദി പ്രതികരിച്ചതിന്. സർക്കാരാണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് സുജാത പറഞ്ഞത്. കോവളത്ത് നിന്ന് സോമൻ എന്ന പ്രേക്ഷകൻ ചേർന്നു. സോമനും ഇതേ അഭിപ്രായമാണോ? അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന പോലീസ് രാജ് അടക്കം നടപ്പാക്കിയെന്ന് പലരും വിമർശിക്കപ്പെടുന്ന സർക്കാരാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്ന അഭിപ്രായമാണോ സോമനുള്ളത്? അല്ല, എനിക്കുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി മാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടത് അപ്പർ ബോഡി ആയിരിക്കുന്ന സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി വിധി ലോകത്തുള്ള ഇന്ത്യക്കകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. അതനുസരിച്ച് മാത്രമേ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശം കൊടുക്കുവാനും സുപ്രീം കോടതിയുടെ വിവേകപരമായ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ആ മെസ്സേജാണ് കൊടുക്കേണ്ടിയിരുന്നത്. ശരിക്കും ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് ഇവർ ഇത്രയും പ്രത്യക്ഷമായ സമരം ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ജനങ്ങൾക്ക് പേടിയുണ്ടായത്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ലോ ആൻഡ് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്. ആ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി മാത്രമേ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെ തുടരേണ്ടി വരും. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും വളരെ പ്രത്യേകതയുള്ള ഇന്റർനാഷണൽ ലെവലിൽ നോക്കി നിൽക്കുന്ന ജനങ്ങൾ ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തുള്ള ജനങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ദ ബിഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ആ രാജ്യം സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ശരിക്കും നിഷേധാത്മകമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ അധികാരം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, വിവേകമില്ലാത്തത്. ശരി, പ്രതികരിച്ചതിന്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ദാസ് എന്ന പ്രേക്ഷകൻ. ദാസ്, അവിടെ ശബരിമല ഒരു സംഘർഷ ഭൂമിയാക്കിയ, പ്രതിഷേധ ഭൂമിയാക്കിയ വിവിധ രാഷ്ട്രീയ സംഘടനകളുണ്ട്. അവർക്കാണോ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത്, അതോ ഇത്രത്തോളം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന സർക്കാരിനാണോ ഇതിന്റെ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്? ഇതിന്റെ ഉത്തരവാദിത്വം മൂലം ഈ ക്രിമിനലുകൾക്കാണ്. രാഷ്ട്രീയ പാർട്ടികളിലെ ക്രിമിനലുകൾ ദർശനത്തിന് പോണ സ്വാമിമാരെ ഒരു പ്രശ്നമില്ലാതെ ക്ലിയർ ആയിട്ട് ദർശനം കഴിച്ച് സ്വാമിയെ കുമ്പിട്ട് വരുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ അത് നമുക്ക് TV കാണാവുന്നതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് സംഘ പരിവാർ, BJP, അതിന്റെ കൂടെ കോൺഗ്രസ്, ഇവർക്കാണ് മെയിൻ ഇതിന്റെ ഉത്തരവാദിത്വം. നമുക്ക് നേരിട്ട് ദർശനം ചെയ്യുന്ന സ്വാമിമാരെ എത്ര ഭക്തിയോടെ അവര് ദർശനം കഴിഞ്ഞ് വരുന്നു, ഒരു പ്രശ്നം അവർക്കില്ലാതെ നല്ല ലെവലിൽ വരുന്നു. ക്രിമിനൽക്കാണ് അവിടെ പ്രോബ്ലം ഉള്ളൂ, വേറെ ആർക്കും പ്രോബ്ലം ഇല്ല പോലീസിനെ കൊണ്ട്. ശരി, നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ബ്രഹ്മമംഗലത്ത് നിന്ന് ബിജുകുമാർ എന്ന പ്രേക്ഷകൻ. ബിജുകുമാർ, സന്നിധാനത്തെ ഈ വലിയ വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഏൽപ്പിക്കേണ്ടത്? ശരിക്കും ഇത് സർക്കാർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ. ശരി, പറഞ്ഞോളൂ ബിജുകുമാർ. ഇതിന്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്, പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണം. ശരി, നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ശശികുമാർ എന്ന പ്രേക്ഷകൻ. ശശികുമാർ, മിക്കവരുടെയും അഭിപ്രായം പലതാണ്. സർക്കാരിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുക്കണമെന്ന് പറയുന്നു. അതേസമയം അവിടെയുള്ള പ്രതിഷേധക്കാരാണ് ഈ വരുമാന നഷ്ടത്തിന്റെ കാരണക്കാരെന്നും പറയുന്നു. ശശികുമാറിന്റെ അഭിപ്രായം എന്താണ്?
ശശികുമാർ കേൾക്കാമെങ്കിൽ ഹലോ, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ്. എന്താണ് കാരണം? ശബരിമല നഷ്ടത്തിന്റെ കണക്ക്. ശരി, നന്ദി ശശികുമാർ പ്രതികരിച്ചതിന്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഗോവിന്ദന്റെ പ്രേക്ഷകൻ. ഗോവിന്ദൻ എന്താണ് പറയാനുള്ളത്? വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദി ആര്? ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. ഇത്തവണ 25 കോടിയുടെ കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 25 കോടിയുടെ വരുമാന നഷ്ടമാണ് സന്നിധാനത്തുണ്ടായിരിക്കുന്നത് എന്നാണ്. ഭക്തരുടെ എണ്ണത്തിലും വലിയ ഇടിവ് തന്നെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ഷിബു എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷിബുവിന് എന്താണ് പറയാനുള്ളത്? ശബരിമലയിലെ വരുമാനത്തിലുണ്ടായിരിക്കുന്ന വൻ കുറവ്, ഇതിന്റെ ഉത്തരവാദികൾ ആര്? ഹലോ ഷിബു പറഞ്ഞോളൂ, കേൾക്കാം. തീർച്ചയായിട്ടും ഇത് ഈ സംഘപരിവാറും RSS BJPയുടെ പ്രശ്നം തന്നെയാണ്. കാര്യം അവിടെ ഇത്രയും അടിയും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങോട്ട് വരാനായിട്ട് മടിക്കും. നമ്മള് ഈ ഒരു കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ വൈശ്യനരെ കൊണ്ടായാലും യുവതികൾ പറഞ്ഞതില്ല, അല്ലാതെ തന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ അത്രയും പ്രശ്നങ്ങൾ ദേവസ്വം അടിയും വിളക്കും നടക്കുമ്പോൾ കണ്ടുകൊണ്ടെന്നാൽ നമ്മൾ ഈ ആൾക്കാർ വരാൻ മടിക്കും. മാത്രമല്ല അവർ ആൾക്കാരെ ഓരോരുത്തർക്കും നിന്ന് പറയും, തമിഴന്മാരോട് വരെ നിന്ന് പറയാണ് പൈസ ഇടരുത്, അത് വഞ്ചിയുടെ പൈസ ഇടരുത് എന്നിങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ പിന്നെ ആരാണ് ഇങ്ങനെ വരാൻ? ശരി, നന്ദി ഷിബു പ്രതികരിച്ചതിന്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് നാരായണൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. നാരായണൻ എന്താണ് പറയാനുള്ളത്? വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആർക്കെന്നാണ് അഭിപ്രായം? ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിന് തന്നെയാണ്. ജനങ്ങളുടെ ഒരു പ്രതികരണം മാത്രമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിധി അടിച്ചേൽപ്പിച്ചതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ അതിന് മറ്റു പാർട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നന്ദി പ്രതികരിച്ചതിന്. വിവിധ പ്രേക്ഷകരാണ് അഭിപ്രായവുമായി വിളചരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായം, സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നത്. വരുമാന നഷ്ടത്തിന്റെ കാരണക്കാർ സർക്കാരാണെന്നും എന്നാൽ പ്രതിഷേധക്കാരും സംഘർഷക്കാരുമാണെന്നും വ്യത്യസ്ത അഭിപ്രായം ഉയരുന്നു. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഇത്തവണ കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 25 കോടിയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭക്തരുടെ എണ്ണത്തിലും അതേ തരത്തിലുള്ള ഇടിവും ഉണ്ടായിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്.